ചെമ്പനപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത് സച്ചിയുടെ കാറ് വിറ്റിട്ട് ഓപ്പറേഷനുള്ള പണം അടയ്ക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ആ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ കേൾക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പിൻ കമന്റിലും അതുപോലെ തന്നെ ഐക്കാർട്ടിലും കൊടുത്തേക്കാട്ടോ, കണ്ടേക്കണേ. തുടർന്ന് കാണിക്കുന്നത് ശ്രീകാന്ത് ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ് കേട്ടോ. അമ്മേ, അച്ഛൻ എന്ത് പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് ഓടി വരുന്നുണ്ട്. അതറിഞ്ഞിട്ട് നിനക്കിപ്പോൾ എന്താ ചെയ്യാനുള്ളത്? ഞങ്ങളെ ആരും വേണ്ടാന്ന് വെച്ചിട്ട് നീ പോയി കളഞ്ഞതല്ലേ? അങ്ങനെ തന്നെ നിനക്ക് അങ്ങ് പൊക്കൂടായിരുന്നോ? ആ രേവതിയുടെ സംസാരം കേട്ടിട്ട് ഞങ്ങൾ ആരും വേണ്ടാന്ന് വെച്ചിട്ട് നീ പോയതല്ലേ? പിന്നെ എന്തിനാ ഇപ്പൊ നീ ഇങ്ങോട്ട് വന്നതെന്നുള്ള കാര്യം ചോദിച്ചിട്ട് ഒരു തള്ളു കൊടുക്കാണ് കേട്ടോ ചന്ദ്രമതി. അത് കഴിഞ്ഞ് സുധി പറയുന്നുണ്ട്, നീ കാരണമാണ് അച്ഛൻ ഇങ്ങനെ സംഭവിച്ചത്, സംസാരിക്കാതെ പോവാൻ നോക്ക്. സുധിയുടെ സംസാരം കേട്ടിട്ട് ശ്രീകാന്ത് തിരിച്ചു ചോദിക്കുന്നത്, ഈ സമയത്താണോ ഇതൊക്കെ പറയുന്നത്? അച്ഛൻ എവിടെയുള്ളത്? എനിക്ക് അച്ഛനെ കാണണം. ഇത് കേൾക്കുമ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, അതെന്തിനാ ശ്രീകാന്ത് ഇപ്പൊ എന്തിനാ അച്ഛനെ തേടി വന്നത്? കല്യാണം കഴിക്കാൻ നേരത്ത് നിനക്ക് അച്ഛനും അമ്മയും ആരും നിന്റെ കണ്ണു മുമ്പിൽ ഉണ്ടായിരുന്നില്ലല്ലോ, ഇപ്പൊ എന്തിനാ വന്നതെന്നുള്ള കാര്യം ചോദിക്കണേ. തുടർന്ന് മാമൻ ശ്രീകാന്തിന്റെ അടുത്ത് ചോദിക്കുന്നത്, രവീന്ദ്രന്റെ 3 മക്കളില് നിന്നെ കുറിച്ച് മാത്രം അവർക്ക് ഒരു ആദ്യം ഉണ്ടായിരുന്നില്ല, നിന്റെ മേലെ അത്രയും വിശ്വാസം വെച്ചിട്ടുണ്ടായിരുന്നു, എന്നിട്ട് നീ ഇങ്ങനെ ചെയ്തില്ലേ? തുടർന്ന് ചന്ദ്രമതി പറയുന്നുണ്ട്, നിന്റെ മേലെ എന്തോരം വിശ്വാസം വെച്ചിരുന്നു അദ്ദേഹം എന്നുള്ള കാര്യം അറിയോ? അതെല്ലാം നീ തൊലച്ചില്ലേ? നീ എന്റെ അടുത്തൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ട് ഞാൻ കല്യാണം നടത്തി തരുമായിരുന്നല്ലോ. ഇങ്ങനെ ഓടിപ്പോയിട്ട് കുടുംബത്തിന്റെ മാനം തന്നെ കളഞ്ഞില്ലേ? ഇതൊന്നും താങ്ങാൻ വയ്യാതെയാണ് അവർക്കിപ്പോ ഇങ്ങനെ സംഭവിച്ചത്. തുടർന്ന് ശ്രീകാന്ത് പറയുന്നുണ്ട്, അമ്മ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, എന്നെ എത്ര ചീത്ത വേണമെങ്കിലും പറഞ്ഞോ, ഒരു കുഴപ്പമില്ല, ഞാൻ കേൾക്കാം. പക്ഷേ ഇപ്പൊ എനിക്ക് അച്ഛനെ ഒന്ന് കാണണം. അച്ഛൻ എവിടെ? സുധി, അച്ഛൻ ICUലാണോ ഉള്ളത്? എന്നിട്ട് ICUവിനെ അങ്ങോട്ടേക്ക് പോകുമ്പോഴാണ് കേട്ടോ സച്ചി വരുന്നത്. നീ എന്തിനാ ഇവിടെ വന്നത്? കൊന്നു കളയും, പോടാ എന്ന് പറയാണേ. സച്ചിയേട്ടാ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞതല്ലേ എന്റെ കൺമുമ്പിൽ വന്ന് നിൽക്കരുത് എന്നുള്ള കാര്യം. പിന്നെ എന്തിനാ വന്നത്? ചാവാൻ വേണ്ടി തന്നെയാണോ? മര്യാദയ്ക്ക് ഇവിടുന്ന് പോ എന്നുള്ള കാര്യം പറയുമ്പോൾ, സച്ചിയേട്ടാ ഞാൻ ഒന്ന് അച്ഛനെ കണ്ടോട്ടെ. നീ എന്തിനാ അച്ഛനെ കാണുന്നത്? ഇതാ നിൽക്കുന്നവനെ കണ്ടില്ലേ? അവൻ ഓടിപ്പോയപ്പോ അച്ഛന്റെ കയ്യിൽ നിന്ന് പണം മാത്രമേ പോയുള്ളൂ. എന്നാ നീ അവരെ ഇവിടെ ഈ അവസ്ഥയിലാക്കിയില്ലേ? മര്യാദയോടുള്ള മനുഷ്യനാണ്, അദ്ദേഹത്തിനെ തന്നെ പോലീസ് സ്റ്റേഷനിൽ ഇരുത്തേണ്ട അവസ്ഥ വരുത്തിയില്ല. അവിടെ തന്നെ അച്ഛൻ ഒരുപാട് വേദനിച്ചിട്ടുണ്ട്. അതും കൂടി ചേർത്തിട്ടാണ് ഇപ്പൊ ഇവിടെ ഈ അവസ്ഥയിലായി കിടക്കുന്നത്. സച്ചിയേട്ടാ, ഞാൻ ഒരു തവണയെങ്കിലും അച്ഛനൊന്ന് കണ്ടോട്ടെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ വീണ്ടും സച്ചി ചോദിക്കണേ, എന്തിനാ നീ അച്ഛനെ കാണുന്നത്? അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് നീ ആരാണ്? നിന്റെ അടുത്ത് ഞാൻ അന്നേ പറഞ്ഞതില്ലേ മര്യാദയ്ക്ക് ഇവിടുന്ന് പോയിക്കോ, അച്ഛനെ കാണാതെ ഞാൻ പോവില്ല എന്ന് പറഞ്ഞിട്ട് അവരരികിലേക്ക് ചെല്ലുമ്പോഴേക്കും നിന്നോട് പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങ് തള്ളുകയാണ് കേട്ടോ സച്ചി ശ്രീകാന്തിനെ. പോടാ എന്ന് പറഞ്ഞിട്ട് വീണ്ടും തള്ളുന്ന സമയത്ത് ശ്രീകാന്ത് പറയുന്നുണ്ട്, സച്ചിയേട്ടാ ഞാൻ തെറ്റ് ചെയ്തില്ല എന്നുള്ള കാര്യം ഒരിക്കലും ഞാൻ പറയില്ല, സമ്മതിച്ചു. പക്ഷേ എന്നെ ഒരുപാട് തവണ അടിച്ചു, മതി. എന്നോടുള്ള ദേഷ്യം വീണ്ടും കാണിച്ചോ? പക്ഷെ ഇപ്പൊ എനിക്ക് അച്ഛനെ കാണണം. നിന്നോട് കാണാൻ പറ്റില്ല എന്നുള്ള കാര്യമല്ലേ പറഞ്ഞത്? അവരോട് ബഹുമാനവും ഇഷ്ടം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നീ അവരുടെ സംസാരം കേൾക്കാതെ പോവുമായിരുന്നോ? ഇപ്പൊ എന്താ പുതിയ സ്നേഹമൊക്കെ എവിടുന്ന് വന്നു എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, അച്ഛനെ കാണരുതെന്ന് പറയാൻ നീ ആരാണ്? അവര് എന്റെയും കൂടി അച്ഛനാണ്, ഞാൻ കാണൂ എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് വീണ്ടും കാണാൻ വേണ്ടി പോവാണ്. അങ്ങനെ സച്ചി അടിക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും മാമനും അതുപോലെ സുധിയൊക്കെ പിടിച്ചു വെക്കുകയാണ് കേട്ടോ. എടാ വിട്, ഇത് ഹോസ്പിറ്റലാണ്, കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അച്ഛൻ ഓപ്പറേഷൻ നടക്കാൻ വേണ്ടി പോവാണ്, കുറച്ച് സമാധാനപരമായിട്ട് നിൽക്ക്. തുടർന്ന് ശ്രുതി പറയുന്നുണ്ട്, ശ്രീകാന്ത് ആവശ്യമില്ലാതെ പ്രശ്നം ഉണ്ടാക്കരുത് എന്നുള്ള കാര്യം. ഞാൻ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നതല്ല, അച്ഛനെ കാണാൻ വേണ്ടി വന്നതാണ്. ഓപ്പറേഷൻ നടക്കാൻ വേണ്ടി പോവല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഓർത്തിട്ട് നീ എന്തിനാ സങ്കടപ്പെടുന്നത്? സച്ചിയുടെ ഞാൻ പണം പോയിട്ട് വന്നിരിക്കുന്നത്, ആൻജിയോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര പണമാവെന്ന് പറ, ഞാൻ തരാം. ഇടാ, നിന്റെ പണം ആർക്ക് വേണടാ? എന്റെ അച്ഛനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കാശ് കൊടുക്കാൻ എനിക്കറിയാം. പണം ഞാൻ അടച്ചിട്ടുണ്ട്, എന്റെ കാറ് വിറ്റിട്ട് ഞാൻ പണം അടച്ചു. നിന്റെ പിച്ചക്കാശൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. എന്താണെന്നറിയില്ല, ഒരാള് ദൈവത്തെ പോലെ വന്നിട്ട് കാറ് കൊടുത്ത ഉടനെ തന്നെ എനിക്ക് പണം തന്നു, സൈൻ പോലും മേടിക്കാതെ പണം കൊണ്ടുപോയിട്ട് അടയ്ക്കാൻ വേണ്ടി പറഞ്ഞു. വിറ്റ് തന്ന ആ പയ്യന് കമ്മീഷൻ വേണ്ട എന്ന് പറഞ്ഞിട്ട് ആദ്യം അച്ഛനെ രക്ഷിക്കാൻ വേണ്ടി പറഞ്ഞു. ഇങ്ങനത്തെ നല്ല മനുഷ്യരുണ്ട്, ആരും നിന്നെ പോലെ സെൽഫിഷ് ആവില്ല. ആദ്യം നീ നിന്റെ പണമൊക്കെ ആയിട്ട് ഇവിടുന്ന് പോകാൻ നോക്ക്. അച്ഛനെ നീ ഈ അവസ്ഥയിലാക്കിയില്ലേ? അച്ഛൻ ഒരിക്കലും നിന്നെ ഈ ജന്മത്തെ ക്ഷമിക്കാൻ വേണ്ടി പോകുന്നില്ല നിന്നോട്. ഇതിന് കാരണമായിട്ടുള്ള ആരടുത്തും ഞാൻ ക്ഷമിക്കില്ല. ഇവരുടെ സംസാരം എല്ലാം കേട്ടിട്ട് രേവതി അപ്പുറത്തുണ്ട് കേട്ടോ. പ്ലീസ് സച്ചിയേട്ടാ, ഞാൻ ഒരു തവണ അച്ഛനെ കണ്ടിട്ട് പോയിക്കോട്ടെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്ക് ചന്ദ്രമതി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നീ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുന്നത്? അവര് ജീവൻ മരണ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഇവിടെ വന്നിട്ട് ദയവ് ചെയ്തിട്ട് അവരെ കഷ്ടപ്പെടുത്തരുതെന്ന് പറഞ്ഞിട്ട് തള്ളി അങ്ങ് പറഞ്ഞു വിടുകയാണ് കേട്ടോ ചന്ദ്രമതി. തുടർന്ന് സുധിയും പറയുന്നുണ്ട് പോയെന്നുള്ള കാര്യം. അപ്പോഴേക്കും അമ്മാവനും പറയാണ് കേട്ടോ, ചെല്ലു മോനെ, ഇവിടെ പ്രശ്നം ഉണ്ടാക്കാതെ നീ പോവാൻ നോക്ക്, അച്ഛനൊന്നും സംഭവിക്കില്ല, നീ പോവാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പറഞ്ഞു വിടുകയാണ് കേട്ടോ ശ്രീകാന്തിനെ. അത് കഴിഞ്ഞ് രവീന്ദ്രനെ സർജറിക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നതായിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയതിന് ശേഷം എല്ലാവരും പുറത്ത് നിൽക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്,
കാശെല്ലാം അടച്ചല്ലോ, ഇനി കയ്യിലൊന്നുമില്ല, എന്തെങ്കിലും എമർജൻസി ആയിട്ട് പണം വേണമെന്നുണ്ടെങ്കിലോ അമ്മ തന്നിരിക്കുന്ന ആഭരണങ്ങളെല്ലാം ഞാൻ കൊണ്ട് വിറ്റിട്ട് പണവുമായിട്ട് വരാം എന്ന് പറയുമ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ല അച്ഛന്, നീ പോയിട്ട് വാ എന്നുള്ള കാര്യം പറഞ്ഞിട്ട് അവിടുന്ന് പറഞ്ഞു വിടുകയാണ് കേട്ടോ അമ്മാവൻ. അങ്ങനെ സച്ചി പോകുന്നതും വരുന്നതൊക്കെ രേവതിയുടെ അടുത്ത് കൂടിയാണ് കേട്ടോ. പക്ഷേ രേവതിയും സച്ചിയും പരസ്പരം കാണുന്നൊന്നുമില്ലേ. അങ്ങനെ എല്ലാവരും ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ചന്ദ്രമതി എണീറ്റ് അവിടുന്ന് പോകുന്ന സമയത്ത് ശ്രുതി ചോദിക്കുന്നുണ്ട്, ആൻറ്റി എങ്ങോട്ടാ പോകുന്നത് എന്നുള്ള കാര്യം. ഇവിടെ അടുത്തുള്ളൊരു അമ്പലത്തിലേക്കാന്ന് പറയുമ്പോൾ ഞാനും വരാം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും അവിടുന്ന് പോവാണേ. അതേ അമ്പലത്തിൽ രേവതി നിന്ന് പ്രാർത്ഥിക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. ഇനിയും എന്തോരം സങ്കടം ഞങ്ങൾക്ക് തരും. ഇപ്പോൾ അച്ഛനെ ഓപ്പറേഷന് കൊണ്ടുപോയിട്ടുണ്ട്, അവരാർക്കും ഒരു ദ്രോഹവും ചെയ്യാത്ത ആളാണ്, എങ്ങനെയെങ്കിലും അച്ഛനെ രക്ഷിക്കണം. എൻ്റെ സച്ചിയേട്ടനും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് പണത്തിന് വേണ്ടിയിട്ട്, കാറും ഇപ്പോൾ വിറ്റു, അവർക്ക് ഒരു കഷ്ടവും വരുത്തരുത്. എന്ത് കഷ്ടമാണെന്നുണ്ടെങ്കിലും എനിക്ക് തന്നോളൂ, ഞാനത് താങ്ങിക്കോളാം. അച്ഛൻ എത്രയും വേഗം തന്നെ ഓപ്പറേഷനെല്ലാം കഴിഞ്ഞ് സുഖമായിട്ട് വീട്ടിലേക്ക് വരണം. അതേസമയം ചന്ദ്രമതി ശ്രുതി അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നത് രേവതി കാണുകയും രേവതി അവിടെ നിന്ന് മാറി നിൽക്കാനുണ്ടോ ചെയ്യുന്നത്. എന്നിട്ട് ദൈവത്തിന് മുമ്പിൽ അവർക്ക് മോശമായിട്ടൊന്നും സംഭവിക്കരുത്, സംഭവിച്ചാൽ എനിക്ക് താങ്ങാൻ വേണ്ടി കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് കരയുമ്പോൾ ഇങ്ങനെയൊന്നും പറയരുത് ആൻറ്റി ഈ സമയത്തെന്ന് പറയുകയാണേ. എനിക്കിതൊന്നും താങ്ങാൻ വേണ്ടി പറ്റുന്നില്ല ശ്രുതി, ഞാൻ അവരെ ഒരുപാട് മനസ്സുകൊണ്ട് വിഷമിപ്പിച്ചിട്ടുണ്ട്, ദ്രോഹിച്ചിട്ടുണ്ട്, ചീത്ത പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. എങ്കിൽ പോലും എനിക്ക് ഇന്ന് ആ അവസ്ഥയിൽ അദ്ദേഹത്തെ കാണാൻ വേണ്ടി പറ്റുന്നില്ല. അവർക്കൊന്നും സംഭവിക്കാതെ തിരിച്ചു വരണമെന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ എന്ന് പറയുമ്പോൾ ഈ പ്രൊസീജിയർ സാധാരണ പ്രൊസീജിയറാണ്, അവർക്കൊന്നും സംഭവിക്കില്ല എന്നുള്ള കാര്യം പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ ശ്രുതി. സർജറി കഴിഞ്ഞ ഉടനെ തന്നെ അങ്കിളിന് സുഖമാകും, ഭയപ്പെടാതിരിക്കും ആൻറ്റി. ഇതുവരെ അവർക്ക് ഇതുപോലത്തെ ഒരു വലിയ അസുഖങ്ങളൊന്നും വന്നിട്ടില്ല. ഇതെല്ലാം ശ്രീകാന്താല് വന്ന പ്രശ്നങ്ങളാണ്. അത് പോരാത്തതിന് ഒരുത്തിയെ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, അവള് കാരണം വീടിന്റെ സമാധാനം തന്നെ പോയി. ആ രേവതി ഉണ്ടല്ലോ, അവൾ ഒരിക്കലും നല്ലപോലെ ഇരിക്കില്ല എന്നൊക്കെ പറയാണ് കേട്ടോ. ഇതെല്ലാം രേവതി അവിടെ നിന്ന് കേൾക്കുന്നുണ്ടേ. അതൊക്കെ വിട്ടേക്ക് ആൻറ്റി, അവളുടെയൊക്കെ മെന്റാലിറ്റി അങ്ങനെയാണ്, നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പൊ നമുക്ക് അങ്കിളിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ഇന്ന് പ്രാർത്ഥിക്കുകയാണ്. അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിലാണ് കേട്ടോ കാണിക്കുന്നത്. പ്രൊസീജിയറൊക്കെ കഴിഞ്ഞിട്ട് ഡോക്ടർ പുറത്തേക്ക് വരികയാണ്. അങ്ങനെ സച്ചിയുണ്ട്, സുധിയും അതുപോലെ അമ്മാവനും ഉണ്ട്. ഡോക്ടർ അച്ഛൻ എങ്ങനെയുണ്ടെന്നുള്ള കാര്യം സച്ചി ചോദിക്കുമ്പോൾ അവരുടെ ജീവന് ഇപ്പോൾ ഒരു ആപത്തും ഇല്ല, പ്രൊസീജിയറെല്ലാം നന്നായിട്ട് കഴിഞ്ഞു എന്നുള്ള കാര്യം പറയാണ്. അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് സന്തോഷമാവാണ്. ഇപ്പോൾ ഒബ്സർവേഷൻ വാർഡിലേക്ക് മാറ്റും. ഒരു 24 hours ഒബ്സർവേഷൻ കഴിഞ്ഞിട്ട് നാളെ ഡിസ്ചാർജ് ആയിട്ട് പോവാം എന്ന് പറയുകയാണെ. ഇത് കേൾക്കുമ്പോൾ സച്ചി ഡോക്ടർ കൈ പിടിച്ചിട്ട് ഒരുപാട് നന്ദിയുണ്ട് ഡോക്ടർ എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്ന് പോവാണ്. സച്ചി നിന്റെ അച്ഛനെ ദൈവം കാത്തു എന്നുള്ള കാര്യം പറയുകയാണെ അമ്മാവൻ സന്തോഷത്തോടു കൂടിയിട്ട് ഇത് വരുന്ന സമയത്ത് കാണുന്നത് ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നതാണ് കേട്ടോ രവീന്ദ്രനെ. അങ്ങനെ സാധാ വാർഡിലേക്ക് മാറ്റുകയാണ്. അവിടെ നിന്നിട്ട് സച്ചി ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്ന കാണുമ്പോൾ അമ്മാവൻ പറയുന്നുണ്ട്, എൻ്റെ അച്ഛന് ഇപ്പോൾ ഒരു കുഴപ്പമില്ല, അവരുടെ മനസ്സ് നല്ലതാണ്, അതുപോലെ തന്നെ അവർക്ക് ഇനി ഒരു കുഴപ്പവും ഉണ്ടാവില്ല, നീ സങ്കടപ്പെടണ്ട എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. അതേസമയം ഒരു സിസ്റ്റർ വന്നിട്ട് പറയുന്നുണ്ട്, ഡോക്ടർ ഒരാളടുത്ത് വരാൻ വേണ്ടി പറഞ്ഞു എന്നുള്ള കാര്യം. സച്ചി നീ പോയി നോക്കിയിട്ട് വാ എന്ന് പറയണം. അമ്മ അവിടെ മടിച്ചു നിൽക്കുമ്പോൾ ഞാൻ നോക്കിക്കോളാം, നീ നോക്കിയിട്ട് വാ എന്ന് പറഞ്ഞിട്ട് സച്ചി അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. സച്ചി നേരെ റിസപ്ഷനിൽ ചെന്നിട്ട് ഡോക്ടർ റൂം എവിടെയാന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അവരെ വഴി കാട്ടി കൊടുക്കുന്നുണ്ട്. അത് രേവതി മറിഞ്ഞു നിന്നിട്ട് ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് മറ്റൊരാൾ വന്നിട്ട് പറയുന്നുണ്ട് സുധീരുടെ അടുത്ത്, ഈ ഇഞ്ചക്ഷൻ ഇവിടെയില്ല, പുറത്ത് പോയിട്ട് മേടിച്ചിട്ട് വരണമെന്ന്. അപ്പം ഞാൻ മേടിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അമ്മാവൻ മാത്രമേ ഉള്ളൂ കേട്ടോ അവിടെ. അമ്മ എവിടെ പോയി എന്നുള്ള കാര്യം അമ്മാവൻ ചോദിക്കുമ്പോൾ അടുത്തുള്ള അമ്പലത്തിൽ പോയതാന്ന് പറയണേ. അങ്ങനെയാണെങ്കിൽ വിളിച്ചിട്ട് വാർഡിലേക്ക് മാറ്റിയ കാര്യം പറയാൻ വേണ്ടി പറയുന്നുണ്ട്. അങ്ങനെ സുധിയും അവിടുന്ന് പോവാണ് കേട്ടോ. അങ്ങനെ സുധിയും പോകുന്നത് രേവതി കണ്ടതിന് ശേഷം ആ വാർഡിന്റെ അരികിലേക്ക് ചെല്ലുകയാണ്. അതേസമയം അമ്മാവനൊരു കോൾ വന്നിട്ട് പുറത്തുനിന്ന് സംസാരിക്കുകയാണ് കേട്ടോ. രവീന്ദ്രന്റെ കാര്യം തന്നെയാണ് സംസാരിക്കുന്നത്. വാർഡിലേക്ക് മാറ്റി ഇപ്പൊ കുഴപ്പമൊന്നുമില്ല എന്നുള്ള കാര്യം. അപ്പോഴേക്കും രേവതി അങ്ങോട്ടേക്ക് വന്നിട്ട് അങ്കിൾ ഇപ്പൊ എങ്ങനെയുണ്ട് അച്ഛന് എന്നുള്ള കാര്യം ചോദിക്കുകയാണ്. ഇപ്പൊ ഒരു കുഴപ്പമില്ല, സർജറി ഒക്കെ കഴിഞ്ഞിട്ട് നല്ല പോലെ ഇരിക്കുന്ന ആള്. മോളെ നടന്ന കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു. ഈ ശ്രീകാന്ത് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും മനസ്സിൽ പോലും വിചാരിച്ചില്ല. നീ എന്തിനാ അതിനൊക്കെ കൂട്ടുനിന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇല്ല അങ്കിൾ, ഞാൻ ഒന്നും കൂട്ടുനിന്നിട്ടില്ല. അന്ന് കല്യാണം നടക്കാൻ വേണ്ടി പോവാന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. ഞാനും പെട്ട് നിൽക്കുകയാണെന്നുള്ള കാര്യം പറയുന്ന സമയത്ത് ഓ അങ്ങനെയാണോ മോളെ, എനിക്ക് അപ്പോഴേ തോന്നി രേവതി ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന കുട്ടിയല്ല എന്നുള്ള കാര്യം എനിക്കറിയാം. എന്തായാലും നടക്കേണ്ടതൊക്കെ നടന്നു, നീ ടെൻഷനാവൊന്നും വേണ്ട മോളെ. രവീന്ദ്രൻ അസുഖമൊക്കെ ഭേദമായിട്ട് വീട്ടിലേക്ക് വരട്ടെ, ഇതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാകും. ഇനി അച്ഛന് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇല്ല മോളെ, അങ്ങനെയൊന്നും സംഭവിക്കാനില്ല. ഇന്നൊരു ദിവസം മാത്രം ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞു, നാളെ വീട്ടിലേക്ക് പോകാം. അച്ഛൻ ഇങ്ങനെ സംഭവിച്ചാൽ ഞാനും ഒരു കാരണമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഒരുപാട് മനസ്സ് വിഷമിക്കുന്നുണ്ട്. നീ എന്തിനാ വിഷമിക്കുന്ന മോളെ, അവർക്ക് ഒരുപാട് നാളായിട്ട് നിന്നൊക്കെ ജോലി ചെയ്തതല്ലേ, അതിന്റെ ഭാഗമായിട്ട് വന്നതാണ്. പിന്നെ ഒരുപാട് മനസ്സിലെ വിഷമങ്ങളുണ്ട്, അങ്ങനെ പൊത്ത് ആരോടും പറയത്തുമില്ല. എല്ലാം ഉള്ളിൽ തന്നെ വെച്ച് ഇങ്ങനെയായി. അവർക്ക് എന്തായാലും ഭേദാവും, മോളൊന്നുകൊണ്ടും ഭയപ്പെടണ്ട. ഞാൻ നേരത്തെ വന്ന് അച്ഛനെ കാണാൻ വേണ്ടി വന്നിരുന്നു, പക്ഷെ ആരും എന്നെ കയറ്റി വിട്ടില്ല. അതേ മോളെ, നിന്റെ മേലെ എല്ലാവർക്കും ദേഷ്യമാണ്.
ഞാൻ സച്ചിയുടെ അടുത്ത് നിന്റെ കാര്യം ചോദിച്ചപ്പോൾ അവളെക്കുറിച്ച് ഒന്നും പറയരുത് എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടു. കുറച്ചുനാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം ശരിയാവും. എനിക്കൊന്ന് അച്ഛനെ കാണണം അങ്കിൾ. അങ്ങനെ അമ്മാവൻ ചെന്നിട്ട് ആരെങ്കിലും വരുന്നുണ്ടോ നോക്കിയിട്ട് പറയുന്നുണ്ട്, ശരി നീ ഒരു കാര്യം ചെയ്യ്, അവരെല്ലാവരും ഇവിടെ അടുത്തേക്ക് പോയതാണ്, ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നിന്റെ ഫോണിലേക്ക് ഞാൻ വിളിക്കാം, നീ അങ്ങനെ തന്നെ പോയിക്കൊള്ളണം. ശരി എന്ന് പറഞ്ഞിട്ട് രേവതി ഉള്ളിലേക്ക് കാണാൻ വേണ്ടി കയറുകയാണ് കേട്ടോ. അങ്ങനെ രവീന്ദ്രന്റെ മുമ്പിൽ ആ അവസ്ഥ കണ്ടിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. രേവതിയെ തുടർന്ന് പറയുന്നുണ്ട്, അച്ഛനൊന്നും ആവില്ല, എല്ലാം നല്ലപടി പോലെ തന്നെ നടക്കുമെന്ന് പറഞ്ഞിട്ട് ആ ചരടുണ്ടല്ലോ ജപിച്ചു തന്നിരിക്കുന്നത് അത് കയ്യിൽ കെട്ടുകയാണ്. അങ്ങനെ രേവതി അവിടെ നിൽക്കുകയാണ് കേട്ടോ. സങ്കടം കൊണ്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. അതേസമയം പുറത്ത് ചന്ദ്രമതി അതുപോലെ ശ്രുതിയും തിരിച്ചെത്തുന്നുണ്ട് കേട്ടോ. അവരെ കണ്ട ഉടനെ തന്നെ രേവതി ഫോൺ ചെയ്ത് പറയുന്നുണ്ട്, മോളെ വേഗം പോടുന്നു എന്നുള്ള കാര്യം. അങ്ങനെ അവരുള്ളിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ രേവതി അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ ചന്ദ്രമതിയും ശ്രുതിയും കൂടി ഉള്ളിൽ കയറുകയാണ്. എന്നിട്ട് രവീന്ദ്രനെ കണ്ടിട്ട് ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ. ചന്ദ്രമതി നെറ്റിയിൽ ചന്ദനക്കുറിയൊക്കെ തൊട്ട് കൊടുക്കുന്നുണ്ട്. ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്.